അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയ വിദ്യാർത്ഥികൾ, രക്ഷിതാക്കളെ, സമസ്ത കേരള ഇസ്ലാം വിദ്യാഭ്യാസ ബോർഡ് 4ാം ക്ലാസ്സിന് വേണ്ടി തയ്യാറാക്കിയ ലിസാനുൽ ഖുർആനിന്റെ 3ാമത്തെ ചാപ്റ്ററാണ് വായിക്കുന്നത്. ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. മീലാദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം എന്നാണ് നബി തങ്ങൾ ജനിച്ചത്, ഏത് മാസത്താണ് ജനിച്ചത്? ഇതിൽ പ്രത്യേകമായി പഠിക്കാനുള്ളത് 2 എണ്ണത്തെ കുറിച്ചാണ്. അതിൽ അസ്ലി, മറ്റൊന്ന് അദദ് തർത്തീബി. എന്താണ് അദദുൽ അസ്ലി എന്ന് പറഞ്ഞാൽ? അടിസ്ഥാനപരമായ എണ്ണം. അദദ് തർത്തീബി എന്ന് പറഞ്ഞാൽ ക്രമ നമ്പർ, 1ാമത്തെ 2ാമത്തെ 3ാമത്തെ എന്ന് പറയുന്നത് പോലെ. മറ്റൊന്ന് പുതിയ വേർഡുകളുമാണ് ഇതിൽ പഠിക്കേണ്ടത്. അതുപോലെ എണ്ണങ്ങളും 12 മാസങ്ങളും പ്രധാനപ്പെട്ട ദിവസങ്ങളുമാണ് അറബിയിൽ പഠിക്കാൻ നമുക്ക് വായിക്കാം. ഖാലൽ ഉസ്താദ്, ഉസ്താദ് പറഞ്ഞു, യാ തുല്ലാബി, എന്റെ വിദ്യാർത്ഥികളെ, ഹാദാ ഷഹ്റു റബീഉൽ അവ്വൽ, ഇത് റബീഉൽ അവ്വൽ മാസം. ഫീഹി ഉലിദ നബിയുനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ റബീഉൽ അവ്വലിലാണ് നമ്മുടെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചിട്ടുള്ളത്. വഹാദ ഷഹ്റു ഷഹ്റുൻ സാലിസുൻ മിനശ് ശുഹൂരിൽ ഹിജ്രിയ്യ, ഇത് ഹിജ്റ മാസത്തിലെ 3ാമത്തെ മാസമാണ്. മുഹറം, സഫർ, റബീഉൽ അവ്വൽ അല്ലെ, അപ്പൊ 3ാമത്തെ മാസമാണ്. നബിൽ, യാ ഉസ്താദ്, എന്റെ ഉസ്താദ്, ഫി അയ്യി യൗമിൻ ഉലിദ നബിയുനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നാണ് ജനിച്ചിട്ടുള്ളത്, ഏത് ദിവസമാണ് ജനിച്ചിട്ടുള്ളത്? അൽ ഉസ്താദ്, ഫിൽ യൗമി സാനി അശറ, 12ാമത്തെ ദിവസമാണ് ജനിച്ചിട്ടുള്ളത്. നബിൽ, യാ ഉസ്താദി, മാ ഹുവ അവ്വലു ഷഹ്റിൻ മിനശ് ശുഹൂരിൽ ഹിജ്രിയ്യ, ഹിജ്റ മാസങ്ങളിലെ 1ാമത്തെ മാസം ഏതാകുന്നു? അൽ ഉസ്താദ്, ഹയ്യ നുലാഹിദിൽ ജദ്വലൽ ആത്തിയ വനദർസു അസ്മാ അശ്ശുഹൂരി ലിസ്സനത്തിൽ ഹിജ്രിയ്യ, വരൂ നമുക്ക് താഴെ നൽകിയിട്ടുള്ള പട്ടിക നോക്കാം. അതിൽ നിന്ന് ഹിജ്റ വർഷത്തിലെ മാസങ്ങൾ നമുക്ക് പഠിക്കാം. അഷ്ഹൂറുൽ ഹിജ്രിയ്യ, ഹിജ്റ മാസങ്ങൾ, അറബി മാസങ്ങളാണ് പഠിക്കുന്നത്. മറ്റു മാസങ്ങളെ പോലെ 12 മാസം തന്നെയാണ് ഇതിലുമുള്ളത്. 1ാമത്തെ അൽ അവ്വൽ, 2 അസാനി സഫർ, 3 അസാലിസ് റബീഉൽ അവ്വൽ, 4 അറാബിഉ റബീഉൽ ആഖിർ, 5 അൽ ഖാമിസ് ജുമാദുൽ ഊല, 6 അസാദിസ് ജുമാദുൽ ആഖിറ, 7 അസാബ് റജബ്, 8 അസാമിൻ ഷഅബാൻ, 9 അത്താസിഅ റമളാൻ, 10 അൽ ആഷിർ ശവ്വാൽ, 11 അൽ ഹാദി അശർ ദുൽഖഅദ, 12 അസാനി അശറ ദുൽഹിജ്ജ. 2ാം ക്ലാസ്സിൽ 9ാമത്തെ പാഠത്തിലും അതുപോലെ 3ാം ക്ലാസ്സിൽ 7ാമത്തെ പാഠത്തിലും അതിൽ അസ്ലിയെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, അടിസ്ഥാന എണ്ണത്തെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഓർമ്മിക്കാനാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അടുത്ത പേജ് നോക്കൂ. അൽ അദദുൽ അസ്ലി, അടിസ്ഥാന എണ്ണം. 1 2 3 4 5 6 7 7 8 9 10 11 12 13 14 15 അൽ അർക്കാം, അത് അക്കത്തിൽ എഴുതുമ്പോൾ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. ഇനി ഇതിന്റെ അലദദ് തർത്തീബി വ തർജമത്തുഹു, ക്രമ നമ്പറും അതിന്റെ അർത്ഥവുമാണ് പറയുന്നത്. അൽ അവൽ അസാനി അസാലിസു അറാബിഉ അൽ ഖാമിസു അസാദിസു അസാബിഉ അസാമിനു അത്താസിഉ അൽ ആശിറു അൽ ഹാദി അശറ അസാനി അശറ അസാലിസു അശറ അറാബിഉ അശറ അൽ ഖാമിസു അശറ. അതിന്റെ തർജമ നോക്കൂ, അർത്ഥം.
ഒന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ, നാലാമത്തെ, അഞ്ചാമത്തെ, ആറാമത്തെ, ഏഴാമത്തെ, എട്ടാമത്തെ, ഒമ്പതാമത്തെ, പത്താമത്തെ, 11-ാമത്തെ, 12-ാമത്തെ, 13-ാമത്തെ, 14-ാമത്തെ, 15-ാമത്തെ, ഇങ്ങനെയാണ് ആദദ് തർത്തീബി എണ്ണ. അപ്പൊ എന്താണ് ആദദുൽ അസ്ലി, എന്താണ് ആദദ് തർത്തീബി, അതിന്റെ ഇടയിൽ വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത പേജ് നോക്കാം. പ്രധാനപ്പെട്ട ദിവസങ്ങളും മാസങ്ങളും ആണ് പറയുന്നത്. അൽ അയ്യാം എന്ന് പറഞ്ഞ ദിവസങ്ങൾ, അഷ്ഹൂർ രണ്ടാമത്തെ കോളം മാസങ്ങൾ, മൂന്നാമത്തെ കോളം അൽ അഹ്മിയത്ത് അതിന്റെ പ്രത്യേകത. അൽ ആഷിർ മുഹറം, മുഹറം പത്താമത്തേത് ഏതാണ്? അഷറ നോമ്പാണ്. അസാനി അഷറ റബിയുൽ അവൽ, റബിയുൽ അവൽ 12-ാമത്തത് മീലാദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനമാണ്. അൽ ഹാദി അഷറ റബിയുൽ അവൽ, അൽ ഹാദി അഷറ റബിയുൽ ആഖിർ, റബിയുൽ ആഖിർ 11-ാമത്തത് എന്താണ്? വഫാത്തു ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു, അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്താണ്. അസ്സാബി അഷറ റമളാൻ, റമളാൻ 17-ാമത്തെ എന്താണ്? യൗമു ബദർ, ബദർ ദിവസമാണ്. അൽ അവലു ഷവ്വാൽ, ഷവ്വാൽ 1-ാമത്തെ ദിവസം ഈദുൽ ഫിത്തർ, ചെറിയ പെരുന്നാളാണ്. അത്താസിഉ ദുൽഹിജ്ജ, ദുൽഹിജ്ജ 9-ാമത്തത് യൗമു അറഫ, അറഫ ദിവസമാണ്. അൽ ആഷിറു ദുൽഹിജ്ജ, ദുൽഹിജ്ജ 10-ാമത്തത് ഈദുൽ അദ്ഹ, ബലി പെരുന്നാളാണ്. നസ്ർ ബിൽ മുനാസിബി, മാച്ച് ചെയ്യാനാണ്. സഫർ. അഷ്ഹറു സാനി, 2-ാമത്തെ മാസം. റമളാൻ അഷ്ഹറു താസിഉ, 9-ാമത്തെ മാസം. 12 അസാനി അഷറ. അവ്വലു ഷുഹൂർ 1-ാമത്തെ മാസം മുഹറം. അൽ ആഷിറു മിൻ ദുൽഹിജ്ജ, ദുൽഹിജ്ജ 10 യൗമ ഈദുൽ അദ്ഹ, ബലി പെരുന്നാൾ ദിവസമാണ്. യൗമുൽ ജുമുഅ അൽ യൗമു സാദിസ്, 6-ാമത്തെ ദിവസമാണ്. നോക്കൂ. കമ്മിൽ ഫറാ കമാഫിൽ മിസാൽ, ഉദാഹരണത്തിൽ കൊടുത്ത പോലെ പൂരിപ്പിക്കാം. ഒന്നിന് എന്താ പറയാ? വാഹിദ്. അൽ അവൽ, അതിനെ ആദദ് തർത്തീബിൽ അൽ അവൽ 1-ാമത്തെ, അതുപോലെ പൂരിപ്പിക്കാം. 3 അസ്സലാസ, 3, അതിന്റെ ആ തർത്തീബ് എങ്ങനെ പറയാം? 3-ാമത്തെ. 5 അതിന്റെ അതിൽ അസ്ലി ഖംസത്തുൻ, അതിന്റെ ആ തർത്തീബി അൽ ഖാമിസ്. ഇനി 7 അക്കത്തിലേത്? 7 അതിന്റെ അസ്ലി അസ്സബ, അതിന്റെ തർത്തീബി എങ്ങനെ പറയാം? അസ്സാബിഉ. 9 അതിന്റെ അസ്ലി എങ്ങനെ പറയണം? തിസ്അത്തുൻ, അതിന്റെ തർത്തീബി അത്താസിഉ. 11 അക്കത്തിൽ എഴുതാൻ അഹദാശറ, അതിന്റെ തർത്തീബിയാണ് എഴുതേണ്ടത് അൽ ഹാദി അഷറ. 13 അതിന്റെ അസ്ലി എങ്ങനെ പറയാം? സലാസത അഷറ, അതിന്റെ തർത്തീബി കൊടുത്തിട്ടുണ്ട് അസ്സാലിസു അഷറ. ഇനക്കത്തിൽ എഴുത 15 ഖംസത അഷറ, അതിന്റെ അസ്ലി അൽ ഖാമിസു അഷറ. നെക്സ്റ്റ്, നഖറഉ മിനൽ ഖുർആനി വനക്തശിഫു മിൻഹുൽ അദദ തർതീബിയ വതഖത്തു തഹ്തഹ. താഴെ പറയുന്ന ഖുർആനിലെ അദദ് തർതീബി കണ്ടെത്തി അണ്ടർലൈൻ ചെയ്യാനാണ്. അന അവ്വലുൽ മുഅ്മിനീൻ, ഇവിടെ അവ്വൽ എന്നാണ് അദദ് തർതീബി. സാനിയ സ്നൈൻ ദുഹുമാ ഫിൽ ഗാർ, ഇവിടെ ഏതാണ്? സാനിയ എന്നാണ് എന്ത്? അദദ് തർതീബി. ഖാലു ഇന്നല്ലാഹ സാലിസു സലാസ, ഇവിടെ ഏതാണ്? സാലിസി എന്നാണ്. സയഖൂലൂന സലാസത്തു റാബിഉഹും കൽബുഹും, ഇവിടെ അത് തർതീബി റാബിഉ. വൽ ഖാമിസത്തു അന്ന ലഅനത്തല്ലാഹി അലൈഹിം, ഇവിടെ ഏതാണ്? അൽ ഖാമിസ്. വയഖൂലൂന ഖംസത്തുൻ സാദിസുഹും കൽബുഹും, ഇവിടെ ഏതാണ്? അത് തർതീബി സാദിസ്. ഇനി അവസാനത്തെ ആക്ടിവിറ്റി നൻസഖുൽ കലിമ, പദങ്ങൾ കോപ്പി ചെയ്യാം. ഫി അയ്യി യൗമിൻ ഉലിദ നബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം,
നല്ല വൃത്തിയിൽ എഴുതാം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.